കോംബോ ഓഫർ ഇതാണ്ട് ഇതിൻ്റെ തൈകളെ ഡെൻഡ്രോബിയം വെറൈറ്റി തൈകൾ 5 എണ്ണം പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 550 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അയച്ചു തരുന്നതാണ്. അന്നേരം 5 പ്ലാന്റ് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 550 രൂപ മാത്രം. തൈകളുണ്ട്, നല്ല ക്വാളിറ്റി തൈകളാണ്. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങാം. 5 തൈ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 550 രൂപ. പിന്നെ കോംബോ തൈകൾ വേണ്ടവർക്ക് താണ്ടെ പ്രത്യേകം വിളിച്ചാൽ മതി. താണ്ടെ ഇതേപോലുള്ള കോംബോ തൈകൾ ഇരിപ്പുണ്ട്. അതേപോലെ ഈ ഒരു ബോക്സ് മൊത്തം അതിൻ്റെ തൈകളാണ്. നല്ല അടിപൊളി തൈകൾ താണ്ടെ, നല്ല സൈസ് പ്ലാന്റ്, നല്ല റൂട്ടുള്ള പ്ലാന്റ്. താണ്ടെ ഈ സൈസിലുള്ള പ്ലാന്റ് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അത് 5 എണ്ണം പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 550 രൂപ. ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫറെ 5 തൈകൾ ഏതാവാം. താണ്ടെ 5 തൈകൾ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 550 രൂപ. ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഒരു ലോഡ് ഓർക്കിഡാണ്. ഒരു ലോഡ് ഓർക്കിഡ്, അതുപോലെ കുറേ വെറൈറ്റി പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്നത്. അതിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് കാണാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതിന് കൂടിങ്ങ് വായോ വേണ്ടേ. നല്ല സെറ്റ് പ്ലാന്റ്, ഒരു ലോഡ് ഓർക്കിഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ വേറെ കുറേ വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ശീമനെല്ലി, അരിനെല്ലി, അതുപോലെ വളങ്ങൾ, ചട്ടി, അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് താണ്ടെ ബാക്കിയുള്ള പ്ലാന്റ് അതിൻ്റെ ഓർക്കിഡാണ്. ഇത് ഫുള്ള് ഫ്ലവർ ചെയ്ത ഓർക്കിഡ്, അതുപോലെ കോംബോ ഓഫറിൽ കൊടുക്കാനുള്ള ഓർക്കിഡൊക്കെ ഉണ്ട്. അന്നേരം താണ്ടെ ഫുള്ള് ഓർക്കിഡ് പ്ലാന്റുകൾ കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത ബോക്സ് ആശ്രമ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. അതിൻ്റെ അടുത്ത ഓർക്കിഡ് പ്ലാന്റ്. താണ്ടെ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്. കുറേ പ്ലാന്റുകളൊക്കെ എടുത്തായിരുന്നോ? എന്നും വാങ്ങിക്കുന്നതല്ലേ? എന്താ പേരെന്തായിരുന്നു ചേച്ചി? ആശ. ഓക്കെ. അന്നേരം താണ്ടെ അടുത്ത ഓർക്കിഡിൻ്റെ പ്ലാന്റ് സെറ്റ് ചെയ്തതാണ്. ചേച്ചി നമസ്കാരം. എന്തുകൊണ്ട് രാവിലെ എന്താ പരിപാടി? ചെടി മേടിക്കാൻ വേണ്ടി വന്നതല്ലേ? നമ്മളെ പേജ് കണ്ടായിരുന്നാ? ഇഷ്ടമാണോ? കാണാറുണ്ടോ? ഓക്കെ. ഇപ്പൊ കൊറേ റോസാ ചെടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് 13 അല്ലേ? ഇന്ന് 13 തീയതി അല്ലേ? ഇന്ന് 13 തീയതിയാണ്. 13 തീയതി രാവിലെ ഇപ്പൊ നമുക്ക് കുറച്ച് ഓർക്കിഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം അതും കൂടെ നമുക്ക് ഇറക്കി വെച്ചിട്ട് ഫുൾ ഒന്ന് കാണാം. ഓക്കെ. പേര് ചേച്ചിയുടെ? രജനി. എവിടെ സ്ഥലം? എവിടെ? അഞ്ചാലുമൂട്. ഓക്കെ, ശരി ചേച്ചി, കാണാം. അതിന് കോംബോ ഓഫർ തൈകൾക്ക് വേണ്ടിയിട്ടുള്ളത് പ്രത്യേകം വന്നിട്ടുണ്ട്. അത് അതിനകത്തുണ്ട്. അതിപ്പോൾ ഇറങ്ങുന്നതാണ് കേട്ടോ. അതിനും താണ്ട് ഇതേപോലെ തന്നെ ഓർക്കിഡിൻ്റെ വലിയ പ്ലാന്റ്, മൊട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ്, പൂവോട് കൂടിയിട്ടുള്ള വലിയ പ്ലാന്റ് വേണ്ടവർക്ക് താണ്ടെ ഇമ്പോർട്ടഡ് പ്ലാന്റ് പ്രത്യേകം ഇരിപ്പുണ്ട്. അതെന്താ ഇനി ഇത്രയും പ്ലാന്റ് കൂടെ ഉണ്ടായിരുന്നു. അതിനാണ് പുതിയ ഒരു 400ഓളം പ്ലാന്റ്, ഓർക്കിഡ് പ്ലാന്റ് നമുക്കിപ്പോൾ താണ്ടെ ലോഡ് വന്നിറക്കുന്നത് കാണുന്നത്. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ നോക്കിയാണ് മനസ്സിലാക്കി വാങ്ങാം. കുമാർ നഴ്സറി ആശ്രമ മൈതാനത്തെ സ്റ്റാളിലാണ് ഇപ്പം പ്ലാന്റ് ഇറക്കുന്നത്. പിന്നെ 2-കുറ്റി നഴ്സറിയിലും മേടമുക്കിലും ഒക്കെ വരുന്നുണ്ട്. അതിന് താണ്ടെ ഓർക്കിഡിൻ്റെ വലിയ പ്ലാന്റ്, താണ്ടെ ബഡോട് കൂടിയിട്ടുള്ള പ്ലാന്റ്, നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ, പൂ വിരിയുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വിരിഞ്ഞാൽ മതി, പതുക്കെ വിരിഞ്ഞാൽ മതി എന്നുള്ളവർക്കുള്ള പ്ലാന്റ് ഇവിടെ. അതേപോലെ തന്നെ പൂ വിരിഞ്ഞത് വേണ്ടവർക്ക് താണ്ടെ പ്രത്യേകം താണ്ടെ ഈ ഭാഗത്തിരിപ്പുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, അന്നേരം താണ്ടെ നല്ല അടിപൊളി വെറൈറ്റി കോംബോ ഓഫറാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അതിനകത്ത് ഒരുപാട് പേര് തിരക്കിയിരുന്ന കേട്ടോ. അതിനകത്ത് ഒരുപാട് പൊട്ടാഷ്യം വളത്തിൻ്റെ വീഡിയോ ഇട്ടതിനകത്ത് ഒരുപാട് പേര് താങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെയുള്ള മറുപടി ഇപ്പോൾ തരുന്നുണ്ട്. വെയിറ്റ് തരാം. അതിന് താണ്ടെ കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ താണ്ടെ ഇതേപോലെ നല്ല ബഡായിട്ടുള്ള പ്ലാന്റിൻ്റെ തൈകൾ താണ്ടെ ഇപ്പുറത്തെ സൈഡിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ് സൈസൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. താണ്ടെ പ്ലാന്റ് കണ്ടോ, നല്ല സൈസിലുള്ള പ്ലാന്റാണ്. 2 സ്പൈക്കുള്ളതും ഒക്കെ ഉണ്ട്. അതിനകത്ത് താണ്ടെ 5 പ്ലാന്റ് 550 രൂപ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ ഇളക്കി പാക്ക് ചെയ്തിട്ട് അയച്ചു തരുന്നത്. അതിനകത്ത് താണ്ടെ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഒരുപാട് പേർക്ക് ചോദിക്കുന്നുണ്ട്. അതിന് പ്ലാന്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നല്ലൊരു പോട്ട് എടുക്കുക. അതിനകത്താണ്ടെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, DTDC വഴിയാണ് നമ്മൾ അയക്കുന്നത്. അതിനകത്താണ്ടെ പ്ലാന്റ് കണ്ടോ, നല്ല സൈസ് പ്ലാന്റാണ്, റൂട്ടുള്ള പ്ലാന്റാണ്. താണ്ടെ കുലിക്കാൻ പോലും പോകത്തില്ല. അതിന് ഈ പ്ലാന്റിനകത്ത് താണ്ടെ ഇതേപോലെ ഇതിനെ ഇളക്കി അങ്ങ് എടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഇതാ കണ്ടല്ലേ, ഇളക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ തട്ടി കളഞ്ഞിട്ടാണ് ഇത് നമുക്ക് ഇളക്കി പാക്ക് ചെയ്ത് അയച്ചു തരുന്നത്. അന്നേരം ഇതിനെ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് പ്ലാന്റ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ കിട്ടുന്ന മുറയ്ക്ക് ഇതിനെ ഒന്ന് ഫംഗിസൈഡ്, ഏതെങ്കിലും സാഫോ ഇൻഡോഫിലോ ഏതെങ്കിലും ഒന്ന് 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 സ്പൂൺ ഇട്ട് നല്ലപോലെ കലക്കുക. എന്നിട്ട് ഇച്ചിരി കൂടെ വെള്ളം, എന്നിട്ട് 2 ലിറ്റർ എടുത്ത് കുഴപ്പമില്ല, 1 സ്പൂൺ ഇട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മുക്കിയിട്ട് പൊക്കിയെടുക്കുക. 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും ഷെയ്ഡിൽ വെക്കുക. അതിന് ശേഷമായിട്ട് എടുത്ത് പ്ലാന്റ് ചെയ്യാം. താണ്ടെ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്ലാന്റ് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിപ്പം കാലിയാണ്. ഇത് പഴയ പ്ലാന്റാണ്, ഓൾറെഡി നശിച്ചു പോയ പ്ലാന്റാണ്. ഇതിന് എപ്പോഴും പ്ലാന്റ് വെക്കുമ്പം ഇത് കണ്ട ഇതേപോലെ ഇച്ചിരി പൊങ്ങിയിരിക്കണം. എന്നിട്ട് 4 വശവും കരിക്കട്ട ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തൽക്കാലം നിങ്ങൾ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഈ സൈഡിൽ മാത്രം ഇട്ട് കൊടുക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിനെ പിടിച്ച് ഈ ചട്ടിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചിട്ട് ഒരു കെട്ടും കൂടെ കൊടുത്തേക്കുക. അങ്ങനെ നമുക്ക് ഈ പ്ലാന്റിനെ നന്നായിട്ട് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും.
അന്നേരം ഒരു ആവേശം എടുത്ത് കളയുകയും ചെയ്തു കേട്ടോ. അന്നേരം നമുക്ക് താണ്ടെ കുറേ കരിക്കട്ട നമ്മൾ അതിനകത്ത് തന്നെ വാരിയിട്ടുണ്ട് കേട്ടോ. അന്നേരം അതിനെ എടുത്തിട്ട് നമുക്ക് താണ്ടെ സൈഡിലൂടെ ഇട്ട് കൊടുക്കുക. ഇച്ചിരി ടൈറ്റായിട്ടിരിക്കത്തക്ക രീതിയിൽ താണ്ടെ നല്ല ഫ്രഷ് റൂട്ട് വരും. താണ്ടെ ഇതെല്ലാം നല്ല വെറൈറ്റികളാണ്. പൂക്കുന്ന മുറയ്ക്ക് നമുക്ക് എടുത്ത് വിൽക്കാം. നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലാന്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വിൽക്കാൻ പ്രാപ്തമാവുന്നതാണ്. താണ്ടെ കണ്ട ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ റൂട്ട് കണ്ട, റൂട്ട് മേളിൽ നിൽക്കണം, എന്നാൽ ഈ ഭാഗത്തുനിന്ന് അടുത്ത ബ്രാഞ്ചുകൾ പൊട്ടത്തുള്ളൂ. ഓക്കെ, അതിന് ഇതേപോലെ. ഇനി രണ്ടാമതൊരു സംശയം, കൂടിഞ്ഞ് വന്നേ, വലിയ പ്ലാന്റുകളാണ്, സ്റ്റാൻഡേർഡാണ്. ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു ഇതേപോലെ ഈ പ്ലാന്റ് എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കനകക്കുന്ന് കൊട്ടാരത്തിൽ കൊണ്ടുപോയി വെച്ച പ്ലാന്റാണിത്. പിന്നെ താണ്ടെ കണ്ട നല്ല പോലെ ഒരു സംഭവമില്ല, കരിക്കട്ടയില്ല, ഒരു വകയില്ല. നമുക്ക് സിമ്പിളായിട്ട് ഈ സാധനത്തിനെ നിങ്ങൾക്ക് വളർത്താൻ വേണ്ടി പറഞ്ഞുതരാം. താണ്ടെ ഇനി അടുത്ത് വന്നേ, ഒരു PVC പൈപ്പ് എടുക്കുന്നു, നല്ല പോലെ പച്ച നെറ്റ്, താണ്ടെ സിമ്പിൾ പച്ച നെറ്റ് എടുത്ത് വഴിഞ്ഞങ്ങോട്ട് കെട്ടുന്നു. 2 ഇഴക്കയർ വലിച്ച് കെട്ടുന്നു, അതിനിടയ്ക്ക് ഈ പ്ലാന്റ് വെച്ച് കെട്ടുന്നു. പണി കഴിഞ്ഞ് കണ്ട പുതിയ തൈകൾ താണ്ടെ കടലപ്പിണ്ണാകം കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തൈകൾ പൊട്ടുക. ഇനി അടുത്ത് വന്നേ ഒന്ന് കാണട്ടെ. ഒരൊറ്റ സ്റ്റിക്കിൽ 2 തൈ. ഇതേപോലെ താണ്ടെ ഈ ഭാഗം കണ്ട, ഈ ഭാഗം എല്ലാം പുതിയ തൈകൾ പൊട്ടുന്നേ. ഇതേപോലെ ചുമ്മാ വെച്ച് കെട്ടിയാൽ മതിയെന്നേ, ഒരുപാട് കാശൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല. കരി മേടിച്ച് കാശ് കളയണമെന്ന് നമ്മൾ പറയുന്നില്ല. പിന്നെ റൂട്ടിലൊരു സാധനവും തേക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. ഉണ്ടെങ്കിൽ കരിക്കട്ടയുടെ ഒന്ന് ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ടും തേച്ച് കൊടുത്താൽ നല്ലതാണ്. അതേപോലെ തന്നെ ഇതിനെ വാരിഞ്ഞ് അങ്ങോട്ട് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങ് പൂ പിടിക്കും. പിന്നെ 2 ദിവസം മുമ്പ് നമ്മൾ പൊട്ടാഷിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ സാറുമാർക്ക് അങ്ങ് ഭയങ്കര ചൊറിച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ ദേഹമൊക്കെ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞ്. അതുകൊണ്ട് പറയുക, നമ്മൾ കുഞ്ഞുനാൾ മുതൽ അച്ഛൻ ഇതായിരുന്നു പണി. 1972-75 അടിയന്തരാവസ്ഥ സമയം മുതൽ ഈ നഴ്സറി ഇവിടെ ഉള്ളതാണ്. കുറേ പേർക്ക് അറിയാം, അന്ന് മുതലേ ഉള്ള നഴ്സറിയാണ്. അന്ന് വരെ നമ്മൾ ഇല്ല, അന്നൊന്നും ഞങ്ങളില്ല. 1991, 92, 93 ആ സമയത്തൊക്കെയാണ് നമുക്ക് ഇച്ചിരിയെങ്കിലും ഓർമ്മയൊക്കെ വെച്ച് തുടങ്ങുന്ന സമയം. അന്നേരം അന്ന് മുതലേ നമ്മൾ ഈ നെടിയുടെ നഴ്സറിയുടെ ഇടയ്ക്ക് കൂടെയൊക്കെ തന്നെ വളർന്നത്. അതായത് അത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ കുറേ ഉണ്ട്, ഇല്ലെന്നല്ല, കുറേ പേരുണ്ട്. അന്നേരം ഈ പറയുമ്പം പൊട്ടാഷ് വളം എന്തിനുള്ളതാണെന്നോ ഓക്കെ, ജസ്റ്റ് ഒന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യണം മുതലാളിമാരെ. ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം കമൻറ്റ്, മാന്യമായിട്ടുള്ള കമൻറ്റൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഈ വൈറലായിട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ചൊറിയുന്നോണ്ടാണ് നമ്മൾ തിരിച്ച് ചൊറിയുന്നു, ഒന്നും തോന്നരുത് കേട്ടോ. അന്നേരം ഒരു മര്യാദയൊക്കെ വേണം വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ഇടുമ്പോൾ, ബാക്കിയുള്ളവർക്കൊക്കെ കാണാനുള്ളതാണ് കേട്ടടാ. ഓക്കെ. അന്നേരം എന്താണ്ട് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഓർക്കിഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഏതാ? അത് നമുക്ക് റെഡിയാക്കാം. അല്ല, ഒരു ചൊറിച്ചിലാണ്, ഒരു കാര്യമില്ലാണ്, എരിയും മാങ്ങാത്തിലി അറിയാതെ ചുമ്മാ കാണുന്ന അങ്ങ് സംസാരമാണ്. കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് കേൾക്കുന്ന കുടുംബത്തുള്ളവരും കേൾക്കുന്നില്ലേ. അന്നേരം അതൊക്കെ ഒന്ന് വെക്കാമെന്ന് ഞാനും വിചാരിച്ചു. അതുകൊണ്ട് പറഞ്ഞേ കേട്ടാ, എന്ന് പറഞ്ഞ് നമ്മളത് പിൻവലിച്ച് നമ്മൾ അണ്ണൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അന്നേരം ഇത്രയൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. അന്നേരം സമയം പോലെ വേണ്ടവർ ഇതിനകത്ത് കമൻറ്റ് എഴുതോ, അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ.